അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ അസീബൈദ്. ഇന്ന് നമ്മളെ വീട്ടിൽ വീണ്ടും ഒരു ഫ്രണ്ട്സ് വരുന്നുണ്ട്. കുറച്ച് മുന്നേ ഒരു ഫ്രണ്ടും വൈഫൊക്കെ വന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഇതാ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവനും അവൻ്റെ വൈഫും കുട്ടികളും കൂടി വരുന്നത്. റഫീഖാണ് കേട്ടോ, ഇക്കാൻ്റെ ഫ്രണ്ടാണ്. നാട്ടിൽ നമ്മളെ വീടിൻ്റെ അടുത്താണ്. നമ്മളെ അയൽവാസി എന്ന് പറയാൻ പറ്റില്ല, മുന്നേ വന്ന ഫ്രണ്ട്സുകളെ പോലെ ഒരേ വീട്ടിൽ നിന്ന് പറയുന്ന പോലെ കേട്ടോ, ഒരേ വീട്ടിൽ കഴിയുന്ന പോലെ എന്ന് പറയണം, അങ്ങനെ പറയണം. അപ്പോൾ റഫീഖും റസീനയും കുട്ടികളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് അവരൊരു ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിളിച്ച് പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട്, നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇക്ക പറഞ്ഞ് ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പോരെന്ന് പറഞ്ഞാൽ അവരിവിടെ ഒരു 5 മണി ആയപ്പോഴത്തേന് എത്തി. അപ്പോൾ ഞാൻ പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അവരവിടെ വണ്ടി അവിടെ സൈഡാക്കി നിർത്തുകയാണ്. അപ്പോൾ ഇക്ക ഒക്കെ വിളിച്ചിട്ട് അവിടെ ഷോപ്പിൽ നിന്ന് ഇക്കയും എത്തിയിട്ടുണ്ട്. മറ്റൊരു വന്നന്ന് ഇക്കാക്ക് ഷോപ്പിൽ നിന്ന് വരാൻ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ അവിടെ ഷോപ്പിൽ ഒരാൾ നമ്മളെ ഷോപ്പിലുള്ളവനെ അന്ന് അവൻ്റെ ഒപ്പം മരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നന്ന് ഇക്കാക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അവർ പോകുന്ന ടൈമിൽ ഇക്കാനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഷോപ്പിൽ പോയിട്ട് കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് അവർക്ക് 3 മക്കളാണ് കേട്ടോ. മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മോള് പിന്നെ 1 മാസം നിന്നിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്തത്, അവൾക്ക് ക്ലാസ് ഉള്ള കാരണം. പിന്നെ 2ാമത്തെ മോനാണ് ആദിൽ, നമ്മളെ മോൻ്റെ പേര് തന്നെയാണ് കേട്ടോ ആദിൽ. ദിലു പിന്നെ എന്താണ് ഇവന് നമ്മളെ അൻഫുവിൻ്റെ ഫ്രണ്ടാണ്. അൻഫുവിൻ്റെ കൂടെ എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ അവിടെ കളിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവർക്ക് പിന്നെ ചെറിയ കുട്ടീനെയാണ് ഇക്ക അവിടെ എടുത്താൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർ വന്ന അന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറേ നേരം ഇവിടെ നിന്ന് ഇവനിത് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ കുറേ ഞങ്ങൾ ഇവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങളിവിടെ ബീച്ചിൽ പോയി. പിന്നെ അവിടുന്ന് പിന്നെ വേറെ ഇവിടെ ഒരു മാളുണ്ട്, അവിടെ പോയി. കണ്ടിക്കണാ കണ്ടിക്കണാ ഗിഫ്റ്റൊക്കെ ഇട്ടാ വന്നിക്കണേ. ഓനെന്താ അവിടെ തന്നെ ഒന്ന് മാഷാ അല്ലാഹ്, അവർ കുറേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എല്ലാ തരം ഫ്രൂട്ട്സുകളും ഉണ്ടായിരുന്നേ. എന്താ പാട്? എന്തൊക്കെയാണ്ട് നാണായ ഹായ് പറഞ്ഞ, ഹായ് പറ, ഹായ് പറ, ഇങ്ങനെ പറ. അങ്ങനെ അവർക്ക് ഞാൻ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ആ ഒരു പാത്രത്തിൽ അവൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു ബോട്ടിലാണത്, അതിൽ കൊടുത്തിട്ട് അതിൽ വേണ്ട, ഗ്ലാസ്സിൽ തന്നെ വേണമെന്നാണ് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു അവന്, മാഷാ അല്ലാഹ്. അങ്ങനെ പിന്നെ ഞാനും റസീനയും കൂടി ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. ഇക്കയും റഫീഖും കൂടി അവരെ ചെറുപ്പത്തിലത്തതും അങ്ങനെ ഓരോ കഥകളും നാട്ടിലെ വിശേഷങ്ങളും വീട്ടിലത്തും മക്കളത്തും ഒക്കെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അവർ കുറേ അയക്കണ് തോന്നണ, അല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിലുള്ളപ്പോൾ റഫീഖ് ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ അവരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ ബീച്ചിൽ പോവുകയാണ്. ഇത് നമ്മളെ അടുത്ത് തന്നെയാണ് ബീച്ച്. അപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അവർ വന്ന് അവരെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോയത്. നടക്കാനുള്ള ദൂരമുള്ളൂ, നമ്മൾക്ക് വണ്ടിയിൽ അങ്ങനെ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിലാണ് പോയത്. അങ്ങനെ വണ്ടി അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മളിതാ നടക്കുകയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ കുറേ ആൾക്കാരവിടെ നടക്കുന്നവരും ഇങ്ങനെ രാത്രി ഇവിടെ പിന്നെ അങ്ങനെയല്ലേ, രാത്രിയാണല്ലോ എല്ലാവരും ഇറങ്ങുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ രാത്രി ഒന്ന് പുറത്ത് പോകാനൊന്നും ഒരു പേടിയില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ ഒന്നുമല്ല, രാത്രിയാണ് ഇവിടെ എല്ലാവരും ഇറങ്ങുക. അപ്പോൾ രാത്രിയാണ് ഇവിടെ, രാത്രി പകലൊക്കെ ഇവിടെ സേഫ് തന്നെയാണ്. ഇപ്പോൾ അതാ ബീച്ചാണ്, കടലാണ് കേട്ടോ അത്.
അപ്പോൾ ഇവിടുന്ന് നമ്മൾക്ക് എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ചില ഭാഗങ്ങളിൽ വീഡിയോ നിരോധിച്ചിട്ടുണ്ടാവും. അതവിടെ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വന്നിട്ട് ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കി. എനിക്കിങ്ങനെ അത് വന്ന് മെസ്സേജ് വന്ന് ഇവിടെ ഇങ്ങനെ പാടില്ലാത്ത സ്ഥലത്തു നിന്ന് ഒരു വീഡിയോ എടുത്തിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് അവിടെ നിന്ന് എണീറ്റ് പോരാൻ തോന്നില്ലായിരുന്നു. അപ്പോൾ കുട്ടി അവിടെ അവനിങ്ങനെ മണലൊക്കെ വാരി ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഇരുന്ന് അവിടെ നിന്ന് ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് എണീറ്റ് പോരാൻ തോന്നില്ല. പിന്നെ തണുപ്പ് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. പിന്നെ ഇവർക്ക് അന്ന് തന്നെ അവർ അങ്ങോട്ട് തിരിച്ചു പോകും വേണം. അങ്ങനെ പിന്നെ നമ്മളിതാ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വണ്ടിയിൽ കയറാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരന്ന് ബസ്സേരി ഇവരൊക്കെ വന്നില്ലേ, അന്ന് എല്ലാവരും കൂടി വരാൻ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ അന്ന് റഫീഖിന് അന്ന് ഷോപ്പിൽ നിന്ന് നല്ല വ്യാഴം വെള്ളി ശനി ഞായർ അങ്ങനെയുള്ള തിരക്കുള്ള ദിവസങ്ങളിലാണ്. ഇവിടെ ഇക്കാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ തന്നെ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇക്ക വേഗം പോയി കുറച്ച് പൊറാട്ടയും കൂടി വാങ്ങിക്കൊണ്ടുവന്ന്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പൊറാട്ടയൊക്കെ ഇഷ്ടമാണ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പൊറാട്ടയും കൂടി വാങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു മാളിൽ പോയി, അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം ഇവർ തിരിച്ച് പോവുകയാണ് കേട്ടോ. 11:30 ആയിക്കണ് ഇവർ പോകുമ്പോഴേ. അങ്ങനെ ഇവർ പോകുന്ന ടൈമിൽ പിന്നെ രാത്രിയായപ്പോൾ ഭയങ്കര മഞ്ഞൊക്കെ ആയി, ഭയങ്കര ബുദ്ധിമുട്ടായി യാത്രയിൽ വണ്ടി ഓടിക്കാൻ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഇവർ പോയപ്പോൾ പിന്നെ നമ്മൾക്കും തന്നെ ആകെ ഒരു ജാതിയായിട്ടാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് നേരം എല്ലാവരും കൂടി അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ഇങ്ങനെ നമുക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ഇതല്ലേ. പിന്നെ ഇവർ പോയതിന് ശേഷം നമ്മൾക്കും ആകെ ഒരു ജാതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.